ഹലോ ഗൈസ്, ഇത് കടൽ ചേന എന്ന് അറിയപ്പെടുന്ന ഒരു ജീവിയാണ്. എനിക്കിന്ന് ലൈവിൽ കാണാൻ കഴിഞ്ഞു. എൻ്റെ പാപ്പ മേടിച്ചിട്ട് വന്നതാണ്. എൻ്റെ അമ്മ ഈ നാട്ടുകാരിൽ അവർ ആദ്യമായിട്ട് കാണാനാണ്. പത്തനാപുരം കടലിന്റെ അടിത്തടി നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. കൊട്ടണ്ടാടി വേണ്ട വീഡിയോ ഓടിക്കൊണ്ടിരിക്കോ. ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ കടൽ ചേന എന്നറിയപ്പെടുന്ന സാധനം. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ മൂവ്മെന്റ്. ഇതിപ്പം പിടിക്കാനൊന്നും പറ്റത്തില്ല. ഇത് കോവളത്തിൽ നിന്ന് നമ്മളിപ്പോൾ ലൈവായിട്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ പിടിച്ചതാണ്. ഫ്രഷ് സാധനമാണ്. ഇനി നമ്മളത് അവിക്കാനായിട്ട് പോവുകയാണ്. ഇതിലൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുന്ന ഈ ക്യാമറയുടെ മുതലാളിയും ഞാൻ ആർക്കും ഡെഡിക്കേറ്റ് ചെയ്ത ഇവർ രണ്ടുപേരും ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക ലൈവായിട്ട്. ജീവനുള്ളതായത് ഇതിൻ്റെ മൂവ്മെൻറ്റ് മരിച്ചിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തുന്ന സാധനമാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. അല്ലാതെ ഇത് മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനു വേണ്ടി അന്വേഷിച്ച് നടന്നാൽ കിട്ടുകയില്ല. പക്ഷെ നമുക്കിത് കടലിൽ വെച്ച് നമുക്കിതിനെ വെച്ച് ഇത് ആദ്യമൊക്കെ നമ്മളെ കുഞ്ഞും പ്രായത്തിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പിടിച്ച് കോവളത്ത് തിന്നുമായിരുന്നു. പക്ഷേ പാറപ്പുറത്ത് വെച്ച് ഇത് പൊട്ടിക്കുക, കടൽക്കരയിൽ വെച്ച് പൊട്ടിക്കാനും സമ്മതിക്കില്ല. കാരണം ഇതിനകത്ത് കടൽ പാമ്പെന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ മസിലിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്ററിനകത്ത് വന്ന് ഒരു നമ്മളെ കടിച്ചളയ ഒരു വയലൻ്റ് ഒരു മീനാണ് അത്. ആ മീനിനെ പേടിച്ചാണ് ഈ സാധനം. പക്ഷേ ഇത് നമ്മളെ കൊച്ചിലെ അൾസറിന് ഇവിടുത്തെ ഒരു നാട്ട് വൈദ്യമായിരുന്നു. അൾസറിന് ഇത് പച്ചയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും ഉറ്റ മൂല്യമായിരുന്നു. നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മളടുത്ത് ഗായ്സ് നമ്മളിത് കഴുകി നമ്മളടുത്ത് അവിക്കാൻ പോവുക. അവിച്ച്